ഈജിപ്തിലെ പിരമിഡുകൾ. ഈജിപ്തിലെ പിരമിഡുകൾ ആകർഷകമാണ്. എന്നിരുന്നാലും അവ ഒരു നിഗൂഢതയായി തുടരുന്നു. നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈജിപ്തിലെ ഗിസയിലാണ് നന്നായി നിർമ്മിച്ച വാസ്തുവിദ്യ സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിലെ പിരമിഡുകൾ പുരാതന അത്ഭുതങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും നിലനിൽക്കുന്നതുമായ ഒരേയൊരു അംഗമാണ്. ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ അഭിമാനവും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ്. പിരമിഡുകളുടെ കൃത്യമായ പ്രായം വളരെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പിരമിഡുകൾ എപ്പോൾ നിർമ്മിച്ചുവെന്നതിന് തെളിവുകൾ കുറവാണെങ്കിലും അവ നിർമ്മിച്ചത് BC 2700 മുതൽ 2500 വരെയാണെന്ന് ചിലർ അനുമാനിക്കുന്നു. പിരമിഡുകൾ കൃത്യമായി നിർമ്മിച്ചത് ആരാണെന്നതാണ് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം. ഒരു ഫറവോന്റെ ജീവിതകാലത്ത് പിരമിഡുകൾ നിർമ്മിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ ചില ഗവേഷകർക്ക് പ്രയാസമാണ്. ഈജിപ്ഷ്യൻ പിരമിഡ് യുഗത്തിലെ അറിയപ്പെടുന്ന ആദ്യകാല ചരിത്രകാരനാണ് ഹെറോഡോട്ടസ്. അദ്ദേഹത്തിന്റെ കണക്കുകൾ പ്രകാരം കണക്കാക്കിയ ഊഹങ്ങൾ പ്രകാരം 100,000-ലധികം ആളുകൾ പിരമിഡിൽ ജോലി ചെയ്തു. പിരമിഡിൽ 20,000-ഓളം ആളുകൾ ജോലി ചെയ്തിരുന്നതായി മറ്റ് ഗവേഷകർ വിശ്വസിക്കുന്നു. ഈ ആളുകൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർ ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താൻ ഇത് സഹായിക്കുമെന്ന് ഗവേഷകർ കരുതുന്നു. പിരമിഡുകൾക്ക് പുറത്ത് ആളുകൾ അവയിൽ എന്താണ് പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ആശയം നൽകുന്ന ലിഖിതങ്ങൾ മുൻപ് കണ്ടെത്തിയെങ്കിലും ലിഖിതങ്ങളിൽ പൂർണ്ണമായ വിശദാംശങ്ങളില്ലായിരുന്നു. പിരമിഡിന്റെ ഉള്ളിൽ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ വർഷം മുഴുവനും പിരമിഡുകളിൽ അധ്വാനിച്ച തൊഴിലാളികളുടെ അസ്ഥികൂടങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈജിപ്തിലെ എല്ലാ പിരമിഡുകളിലും ആദ്യത്തെ 3 എണ്ണം ഏറ്റവും ഉയർന്ന ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഗ്രേറ്റ് പിരമിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഫറവോ ഖുഫുവിന് വേണ്ടി നിർമ്മിച്ചതാണ്. ഗ്രേറ്റ് പിരമിഡിന് ഏകദേശം 450 അടി ഉയരമുണ്ട്, ഏകദേശം 13 ഏക്കർ വിസ്തൃതിയുണ്ട്. ഈ പിരമിഡിന്റെ വിഷയം ഫറവോനെ ബഹുമാനിക്കുകയും അവനോട് കുറച്ച് ബഹുമാനം കാണിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. പിരമിഡ് നിർമ്മിക്കാൻ ഏകദേശം 100,000 തൊഴിലാളികളും 20 വർഷവും എടുത്തു. പിരമിഡിന്റെ ആകൃതി ഒരു പ്രധാന മതപരമായ പ്രസ്താവനയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചില പണ്ഡിതന്മാർ ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു, മറ്റുള്ളവർ ഇപ്പോഴും സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈജിപ്തുകാർ സൂര്യന്റെ ചരിഞ്ഞ കിരണങ്ങളെ പ്രതീകപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം. പിരമിഡിലെ ചരിഞ്ഞ വശങ്ങൾ രാജാവിന്റെ ആത്മാവിനെ ആകാശത്തേക്ക് കയറാനും ദേവന്മാരോട് ചേരാനും സഹായിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു.